ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ പാപ്പയും കൊണ്ട് അസീസിയെ പോകണമായിരുന്നു. അപ്പോൾ പോയിട്ട് പിന്നെ രാവിലെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ പോയി. ലേസർ ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അപ്പം ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റി. അപ്പോൾ വീഡിയോ എടുപ്പൊന്നും നടന്നിട്ടില്ലായിരുന്നു. രാവിലെ ഒന്നും ഞാൻ വീഡിയോ എടുത്തതൊന്നുമില്ല. തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത്രയും സമയം കൂടെ പോകും. അതുകൊണ്ട് വീഡിയോ രാവിലെ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ലേസർ ചെയ്തു. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെല്ലണം. ലേസർ ഒന്നുകൂടെ ചെയ്തേ പറ്റൂ. ബ്ലഡ് മൊത്തത്തിൽ കണ്ണിൽ നിന്ന് വലിഞ്ഞു മാറിയിട്ടില്ല. അപ്പോൾ വലിഞ്ഞു മാറിയെങ്കിൽ മാത്രമേ നല്ലതുപോലെ ഒന്നുകൂടെ അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ലേസർ. അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ പോകണം. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മേടിച്ചിട്ട് വന്നു. പക്ഷേ ഒന്നും വെച്ചില്ല. കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ മേടിച്ചതിൽ. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വൈകിട്ടെടുത്ത ചായക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായ ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇവിടെ കൂടുതലും കോളിഫ്ലവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറച്ചി മസാല വെക്കത്തില്ല, അതുപോലെ ഇങ്ങനെ മസാല കറിയായിട്ട് വെക്കാറുണ്ട്. ചിലപ്പം ഉരുളക്കിഴങ്ങ് കറിയങ്ങണം വെച്ചാൽ ഇത് ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് അതിലിങ്ങനെ ഇട്ട് വെക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊരിച്ച് കഴിക്കും. അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പുഴുക്കളൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് അടർത്തിയൊക്കെ നോക്കണം. ഒന്ന് എന്തെങ്കിലുമൊക്കെ കീടങ്ങളോ എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലുമൊക്കെ, എന്തായാലും കോളിഫ്ലവറിൽ ഉറപ്പായിട്ടും പുഴുക്കൾ കാണും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്. എന്നിട്ട് അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് അതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാല എന്താണെന്നുള്ളത് നോക്കാവേ. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, അതുപോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. മുളക് പൊടി 1 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കോൺഫ്ലവർ, കുറച്ച് അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സാക്കിയിട്ട് അപ്പോഴേ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴേ നല്ല ഫ്രൈ ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു കട്ടൻ ചായ ഇട്ടിട്ട് കുടിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് വൈകിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്നാലും എന്തായാലും ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് അതങ്ങ് വീഡിയോ ആക്കി എടുത്തതാണ്. എന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉച്ചയൂണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടി അങ്ങ് ചേർത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അത് കഴിഞ്ഞത് ഇന്നത്തെ വ്ളോഗാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത്. അപ്പോൾ ചോറ് വെക്കാനൊക്കെ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മീനൊന്നുമില്ല. പിന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ തലേന്ന്. അപ്പോൾ അത് കുറച്ച് ഞാൻ എടുത്തിട്ട് വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. കറി വെക്കുന്നില്ല. കറി നാളെ എങ്ങാനും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോര് ഇരിപ്പുണ്ട്, തൈര് ഇരിപ്പുണ്ട്. അപ്പോൾ മോരും കൂടി കാച്ചാം, പുളിശ്ശേരി ഉണ്ടാക്കാം. പിന്നെ ഒരു കൂമ്പ് വെച്ചിട്ടുള്ളൊരു തോരനും ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികൾ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി,
കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങയും കൂടെ ഇച്ചിരി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ആ ചിക്കനിലൊക്കെ അത് പിടിച്ച് നന്നായിട്ട് കിട്ടും. അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇടികല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് അരച്ചതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വേണേൽ ഒരു മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇന്ന് മുട്ടയില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ചില സമയങ്ങളിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി തൈര്, ശകലം തൈര് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ഒരു വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ വെള്ളരിക്ക വെച്ചിട്ടുള്ള മോരാണ് കേട്ടോ കാച്ചുന്നത്. അപ്പോൾ അതിന് അരമുറി വെള്ളരിക്ക ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്, ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ കോളിഫ്ലവർ പൊരിച്ചെടുത്തിട്ട് ബാക്കി എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കളറ് മാറിയിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ആണോ, അപ്പോൾ അതല്ല. ഇന്നലെ നമ്മൾ കോളിഫ്ലവർ പൊരിച്ചതിൻ്റെ ബാക്കി എണ്ണയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മളിതേ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ തുണികൾ ഇതിനിടയ്ക്ക് മഴ ചാറിയപ്പോഴത്തേക്കും പിന്നെ ഉണങ്ങിയ തുണി മൊത്തവും നനഞ്ഞ് നല്ല രീതിയിൽ ഉണങ്ങിക്കിടന്ന തുണിയായിരുന്നു കേട്ടോ. എനിക്ക് എന്തിൻ്റെ കുഴപ്പമെന്നറിയത്തില്ല. ഞാൻ നല്ല വെട്ടം കണ്ടപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആ തുണികൾ ചെറിയൊരു ഈർപ്പത്തിൻ്റെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീണ്ടും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി കേട്ടോ. ഞാൻ ഇവിടുത്തെ ജോലിയിൽ തിരക്കിൽ നിന്ന സമയത്ത് മഴ പെയ്യുന്ന കാര്യവും തുണി പുറത്ത് കിടക്കുന്ന കാര്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും എൻ്റെ തുണികൾ മൊത്തം നനഞ്ഞ് ഞാൻ പിന്നെ അതൊക്കെ പറക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്കൊക്കെ കേട്ടോ. പിന്നെ അതേ നമ്മുടെ വെള്ളരിക്കയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ ഒരു വശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ വെള്ളരിക്കയിൽ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുമ്മി എടുക്കുകയാണ് കേട്ടോ. ഇതിനും നമ്മുടെ കൂമ്പ് തോരന് ഒരു കൂമ്പ് ഒടിച്ചിട്ടുണ്ടായിരുന്നു. കൂമ്പെന്ന് പറയുമ്പോൾ വാഴച്ചുണ്ടിനാണ് കേട്ടോ കൂമ്പെന്ന് പറയുന്നത്. അപ്പോൾ അത് തോരനും കൂടെ വെക്കാം. സാധാരണ വൺപയറൊക്കെ ഇട്ട് വെക്കാറുണ്ട്, വൺപയറോ ചെറുപയറോ ഒക്കെ ഇട്ട് വെക്കാറുണ്ട്. ഇതിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. വെറുതെ അത് മാത്രം കൊത്തിയരിഞ്ഞ് ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഒരു തോരൻ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പാത്തുൻ്റെ പാവയൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ. അമ്മയും കൊച്ചൊക്കെ കളിക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ TV എന്തോ കേബിളൊക്കെ പോയി കിടക്കുന്നത് കൊണ്ട് ആളിനിപ്പോൾ കാർട്ടൂൺ കാണുന്ന പരിപാടി നിർത്തി വെച്ചിട്ടാണ് എന്തൊക്കെയോ കളിക്കുകയാണ് ആളവിടെ നിന്ന്. അപ്പോൾ ഇതേ ഞാനാണെങ്കിൽ തേങ്ങ തിരുമ്മിയെടുത്തു, ജീരകം, 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ തൈര് ഇരിപ്പുണ്ടായിരുന്നു, തൈരും കൂടെയൊക്കെ ഒഴിച്ചിട്ട് മോര് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വെള്ളരിക്കൊക്കെ ഒന്ന് വെന്തിട്ട് വേണം നമുക്ക് അരപ്പൊഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും മീൻ ഫ്രൈ ചെയ്താലും ചിക്കൻ ഫ്രൈ ചെയ്താലും ഒരുപാട് മൊരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ മൊരിഞ്ഞിരിക്കില്ലേ, അതെനിക്കിഷ്ടമല്ല കേട്ടോ. ഇച്ചിരി സോഫ്റ്റായിട്ടിരുന്നെങ്കിൽ അതിന് കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് കിട്ടൂ എന്നാണ് എൻ്റെ ഒരു രുചിയുടെ ഇത് വെച്ച് ഞാൻ പറയുന്നത്. പിന്നെ അതേ വെള്ളരിക്കയും തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈരായിരുന്നു കേട്ടോ കിട്ടിയത്. പിന്നെ തീയങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ, ഒഴിച്ചിട്ട് ഞാനങ്ങ് തീയങ്ങ് ഓഫ് ചെയ്തു. കാരണം കറിച്ചട്ടി, അതായത് മൺചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് തീ ഇടേണ്ട ആവശ്യമില്ല. അതങ്ങ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, കടുക്, കുറച്ച് പച്ച ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു ഉള്ളിയും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയാണ് കേട്ടോ. പിന്നെ ഞാൻ കൂമ്പരിഞ്ഞിട്ട് തോരനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിന് മുന്നേക്ക് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളതല്ലേ. പ്രത്യേകിച്ചൊന്നുമില്ല, തേങ്ങയിലേക്ക് കുറച്ച് വലിയ ജീരകം, നമ്മളെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ചെറിയൊരു മുട്ടത്തോരൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇത് തലേന്നത്തെ മീൻകറി ആയിരുന്നു, അതും കൂടെ ഒന്ന് വറ്റിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബായ്.